ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. കുറേ നാളായില്ലേ നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്ത് കണ്ടിട്ട്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും ബൈ ഗോഡ്സ് ഗ്രേസ് സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ പോകുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഐ വാസ് കംപ്ലീറ്റ്ലി ബിസി ഫോർ ദ പാസ്റ്റ് 3 weeks. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത്, ആൻഡ് സന്തോഷമുള്ളൊരു കാര്യമാണ്, ഐ സ്റ്റാർട്ടഡ് മൈ ഓൺ ക്ലോതിങ് ബ്രാൻഡ്. ഓക്കെ, അപ്പോൾ റനായ ഡിസൈൻസ് എന്ന് പറയുന്ന ഒരു ക്ലോതിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തു. ഒരു ബൊട്ടീക്കാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്, ട്രിവാൻഡ്രമാണത്. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് എനിക്ക് ഒരു വീഡിയോ എടുക്കാനൊന്നും സാധിക്കാതെ ഇരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ കുറേ പേരൊക്കെ എന്നോട് പേഴ്സണലായിട്ടൊക്കെ മെസ്സേജ് ഇടയ്ക്ക് അയക്കുന്നുണ്ടായിരുന്നു, മാം എന്താണ് വീഡിയോസ് ഒന്നും കാണുന്നില്ലല്ലോ, കുറേ ദിവസം ആയല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആൻഡ് ദിസ് ഇസ് ദ റീസൺ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ തമ്മിലിൽ കണ്ടതുപോലെ തന്നെ ബെസ്റ്റ് യൂട്യൂബ് ചാനൽസ് ഫോർ ഇംഗ്ലീഷ് ലേണിംഗ്. ഓക്കെ, ഞാൻ പേഴ്സണലി കാണുന്നതും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളതുമായിട്ടുള്ള നല്ല യൂട്യൂബ് ചാനൽസ്, ഇംഗ്ലീഷ് ലേണിങ്ങിന് വേണ്ടിയിട്ടുള്ള യൂട്യൂബ് ചാനൽസാണ് ഇന്ന് മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇപ്പം ഞാൻ ആക്ച്വലി ഈ ബൊട്ടീക്കിൽ ഇരുന്നാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് റോഡ് സൈഡിലായതുകൊണ്ട് എൻ്റെ ഈ വണ്ടിയൊക്കെ പോകുന്ന സൗണ്ട് കേൾക്കും. എൻ്റെ എല്ലാ വീഡിയോസിനകത്ത് ഇതിന് മുന്നേയും പല രീതിയിലുള്ള ശബ്ദങ്ങളും കോലാഹലങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇതൊക്കെ ഈ ശബ്ദങ്ങളൊക്കെ ഞാൻ എവിടെ പോയാലും എന്നെ പിന്തുടരുമെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. അപ്പം ഈ എക്സ്റ്റേണൽ വോയിസസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കാം. ഞാൻ ഡോറൊക്കെ ക്ലോസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. എന്നിരുന്നാലും വലിയ വണ്ടിയൊക്കെ പോകുന്നതുകൊണ്ടാണ് ശബ്ദം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ ഒന്ന് ക്ഷമിച്ചേക്കാം കേട്ടോ. സോ നൗ വിത്തൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം, നൗ ലെറ്റ്സ് കട്ട് ടു ദ ചേസ്. സോ ബിഫോർ ദാറ്റ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ജേർണി വിത്ത് റനായ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞതുപോലെ തന്നെ ബെസ്റ്റ് യൂട്യൂബ് ചാനൽസ് ഫോർ ഇംഗ്ലീഷ് ലേണേഴ്സ്, അതൊരു ഇംഗ്ലീഷ് ലേണിങ്ങിന് വേണ്ടിയിട്ട് ലേണേഴ്സിന് പറ്റുന്ന ഒരു ബെസ്റ്റായിട്ടുള്ള 4 യൂട്യൂബ് ചാനൽസാണ് ഞാനിന്ന് മെൻഷൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ആക്ച്വലി 5 യൂട്യൂബ് ചാനൽസ് ഉണ്ട്, 5ാമത്തേത് എൻ്റെതാണ് കേട്ടോ. 4 യൂട്യൂബ് ചാനൽസാണ് ഞാൻ മെയിനായിട്ട് മെൻഷൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ചാനൽ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് അറ്റ് ദ റെഡി എന്ന് പറയുന്ന ചാനലാണ്. ഓക്കെ, ഇംഗ്ലീഷ് അറ്റ് ദ റെഡി. ഞാൻ ഈ പറഞ്ഞ സമയത്ത് ഇവിടെ താഴെ എഴുതി കാണിക്കാം. ഓക്കെ, ഒന്നുകൂടെ ഞാൻ പറയാണ്, കൈൻഡ്ലി എക്സ്ക്യൂസ് ദ വോയിസ് ഫ്രം ഔട്ട്സൈഡ് കേട്ടോ. എനിക്കൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിച്ചേക്കുക. അപ്പോൾ ഫസ്റ്റ് ചാനൽ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് അറ്റ് ദ റെഡി എന്ന് പറയുന്നതാണ്. ഇതൊരു നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കറിൻ്റെ ചാനലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചാനലിനകത്ത് കൂടുതലും നമുക്ക് ടിപ്സ് ആൻഡ് ടെക്നിക്സ് ഒക്കെയാണ് കൂടുതലും കാണാനായിട്ട് പറ്റുക. പിന്നെ ഈ ഒരു ചാനൽ കാണുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിരുന്നാൽ, സിൻസ് ഇറ്റ് ഈസ് എ നേറ്റീവ് സ്പീക്കേഴ്സ് ചാനൽ, നമുക്ക് വി ആർ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ പ്രൊനൗൺസിയേഷൻ, വി ആർ ഏബിൾ ടു ഫോളോ ദ ലാംഗ്വേജ് സ്റ്റൈൽ ആൻഡ് എവറിത്തിങ്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് ദിസ് ചാനൽ ഇസ് ഹൈലി ബെനഫിഷ്യൽ. പിന്നെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചെന്ന് വെച്ചാൽ, ഇദ്ദേഹം ഒരു നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കർ ആണ് എന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു സംസാര രീതി നമുക്ക് ഫോളോ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ചില നേറ്റീവ് സ്പീക്കേഴ്സിൻ്റെ ഇംഗ്ലീഷ് ലാംഗ്വേജ് എനിക്ക് പേഴ്സണലി ഫോളോ ചെയ്യാനൊക്കെ കുറച്ച് ഡിഫിക്കൽട്ടി തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ചാനൽ എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിട്ടും അതേപോലെ തന്നെ വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടുമാണ്. ഹിസ് വേ ഓഫ് പ്രസൻറ്റേഷൻ ഇസ് ഓസം. ഓക്കെ, അതെടുത്ത് പറയാതെ ഇരിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇത് ഒരു നല്ല ചാനലാണ്. വൺ അറ്റ് എ ടൈം നിങ്ങൾക്ക് ടിപ്സ് ആൻഡ് ടെക്നിക്സും കിട്ടും, അതേപോലെ തന്നെ ആ ഒരു നേറ്റീവ് സ്പീക്കറിൻ്റെ ആ ഒരു ലാംഗ്വേജ് സ്റ്റൈലും മനസ്സിലാക്കി എടുക്കാനായിട്ട് നമുക്ക് പറ്റും. നമുക്ക് ആ ഒരു നേറ്റീവ് സ്പീക്കറിൻ്റെ ആക്സെൻ്റ് ഒക്കെ മനസ്സിലാക്കി എടുക്കാനായിട്ട് ദിസ് ചാനൽ ഇസ് ഹൈലി ബെനഫിഷ്യൽ. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് ചാനൽ എന്ന് പറയുന്നത്. ദെൻ ദ സെക്കൻഡ് വൺ ഇസ് ഇംഗ്ലീഷ് യാരി. ഓക്കെ, ഇംഗ്ലീഷ് യാരി എന്ന് പറയുന്ന ഒരു ലേഡിയുടെ ചാനലാണത്. ആൻഡ് ദിസ് ചാനൽ ഇസ് ഓൾസോ ഹൈലി ബെനഫിഷ്യൽ. ഓക്കെ, ഈ 2 ചാനൽസും ഫുള്ളി ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. ഓക്കെ, ആദ്യത്തത് എക്സാക്ട്ലി നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കറാണ്, രണ്ടാമത്തത് ഇംഗ്ലീഷ് നേറ്റീവ് സ്പീക്കർ അല്ല, ബട്ട് ഓൾ ഹർ വീഡിയോസ് ആർ ഇൻ ഇംഗ്ലീഷ്. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ് യാരിക്കകത്തും നല്ല രീതിയിലാണ് അതിനകത്ത് പ്രസൻറ്റേഷനും. നമുക്ക് വി ആർ ഏബിൾ ടു ഫോളോ ഹർ ലാംഗ്വേജ് ആസ് വെൽ ആസ് വി ആർ ഗെറ്റിംഗ് ന്യൂ ഐഡിയാസ് ഓൾസോ ഹൗ ടു ഡെവലപ്പ് അവർ English, what are tips and techniques that we can apply for the upliftment of our own language. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് these 2 channels are highly beneficial. Okay, apart from പോഡ്കാസ്റ്റിൻ്റെ ഒക്കെ വീഡിയോസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് പറ്റുന്ന ചാനൽസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഞാൻ പേഴ്സണലി കാണാറുള്ള, ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്ന ഒരാളാണല്ലോ, ഓഫ് കോഴ്സ് ഇപ്പോൾ ഞാൻ പേഴ്സണലി മറ്റ് ചാനൽസൊക്കെ റെഫർ ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് നല്ലതെന്ന് തോന്നുന്ന ചാനൽസാണ് പേഴ്സണലി റെഫർ ചെയ്ത് ഓക്കെ ദിസ് ഇസ് ഗുഡ് എന്ന് തോന്നുന്ന ചാനൽസാണ് ഞാൻ മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ചാനലിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ അടുത്ത ചാനൽസ് എന്ന് പറയുന്നത്
ഇത് രണ്ട് ചാനൽസ് ഉണ്ട്. രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതാണ് കൂടുതൽ നല്ലത്, അതാണ് കൂടുതൽ നല്ലതെന്ന് പറയാൻ പറ്റില്ല. രണ്ടും മെച്ചമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന രണ്ട് ചാനൽസാണ്. അപ്പോൾ ഈ ചാനൽ എന്ന് പറയുന്നത് നമ്മൾക്ക് മലയാളത്തിലാണ് ഈ ചാനലിൽ കൂടുതലും സംസാരിക്കുന്നത്. ഇംഗ്ലീഷ് ക്ലാസ്സസ് ആണ്, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് ആണ്. അപ്പോൾ അതായത് ബിഗിനേഴ്സിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാനലാണ്. ബിക്കോസ് അത് മലയാളത്തിലും കൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് കൊണ്ട് ദിസ് വിൽ ബി ഹൈലി ബെനിഫിഷ്യൽ, എസ്പെഷ്യലി ഫോർ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഒന്നേന്ന് ക്ലാസ് ഒക്കെ എടുത്ത് വരാനിരിക്കുന്ന ആൾക്കാർക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ചാനൽ എന്ന് പറയുന്നത് ഒരുപക്ഷേ ഇത് വീഡിയോസ് കാണുന്ന കുറച്ച് പേർക്കെങ്കിലും ഒക്കെ അറിയായിരിക്കും. ഇംഗ്ലീഷ് വിത്ത് വിനി എന്ന് പറയുന്ന ഒരു ചാനലാണ് ഫസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇംഗ്ലീഷ് വിത്ത് വിനി. അപ്പോൾ അതിനകത്ത് ആ ടീച്ചർ വളരെ നന്നായിട്ട്, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചറാണ് കേട്ടോ. വളരെ നന്നായിട്ട് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ ഒരു സീരീസ് പോലെ തന്നെയാണ് ക്ലാസ്സസ് എടുത്ത് പോകുന്നത്. അപ്പോൾ ഈ ഇംഗ്ലീഷ് കേട്ട് പഠിക്കുക എന്നതിലുപരി ഒരു ക്ലാസ്സിലിരുന്ന് പഠിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ടീച്ചറിൻ്റെ ചാനൽ വളരെ നന്നായിരിക്കും. ഇംഗ്ലീഷ് വിത്ത് വിനി എന്നുള്ളതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള പേര് ഞാനിവിടെ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ. ഇംഗ്ലീഷ് വിത്ത് വിനി അതാണെന്നാണ് അതിൻ്റെ എക്സാക്റ്റ് പേരെന്നാണ് ഞാൻ ഓർക്കുന്നത് കേട്ടോ, ഇംഗ്ലീഷ് വിത്ത് വിനി. അപ്പോൾ അത് നോക്കിക്കൊള്ളുക. ഇനി അടുത്ത ഒരു ചാനൽ, അതായത് ഈ വിനി എന്ന് പറഞ്ഞ ടീച്ചറിൻ്റെ ചാനലിനെ പോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ചാനലാണ് എവറിഡേ ഇംഗ്ലീഷ് വിത്ത് സോണിയ എന്ന് പറയുന്ന ടീച്ചറിൻ്റെ ചാനലും. ഓക്കെ, ആ ഒരു ചാനലും അതും ഒരു ഇംഗ്ലീഷ് ടീച്ചർ തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. വെൽ എക്സ്പീരിയൻസ്ഡ് ടീച്ചേഴ്സാണ് ഇവർ രണ്ടുപേരും കേട്ടോ. ഒരാളാണ് കൂടുതൽ നല്ലത്, മറ്റേയാളാണ് കൂടുതൽ നല്ലതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് ഇവർ രണ്ടുപേരുടെയും ക്ലാസ്സസ് എക്സലൻ്റ് ആണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഒരു കോഴ്സിന് ചേർന്ന് നമുക്ക് പഠിക്കുന്നത് പോലെ ഇവരുടെ ക്ലാസ്സസൊക്കെ നമുക്ക് യൂട്യൂബിനകത്ത് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസിൻ്റെയും ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യുന്നതിൻ്റെതും ഓരോ യൂസേജസിൻ്റെതും ഹാവ് ഗുഡ് അങ്ങനെയൊക്കെയുള്ള എല്ലാത്തിൻ്റെയും ഗ്രാമർ ആണെങ്കിലും ഒക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും. ആ യൂസേജസൊക്കെ വളരെ എക്സലൻ്റ് ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസൊക്കെ തന്നെ രണ്ടുപേരുടെ വീഡിയോസിലൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. അത് ഈ സോണിയ എന്ന് പറഞ്ഞ ഈ ഒരു ടീച്ചറിൻ്റെ ക്ലാസ്സസിനകത്ത് അതൊക്കെ എക്സാക്റ്റ് ഓരോ കാര്യങ്ങളും എടുത്തെടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ഒരു ക്ലാസ് പോലെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ, കുറേയൊക്കെ ഡീപ്പാക്കി മനസ്സിലാക്കി പഠിക്കുക എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ചാനൽസും വളരെയധികം നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ ഈ 4 ചാനൽസും നല്ലതാണ്. ആദ്യത്തെ 2 ചാനൽസിനകത്തൂടെ നമുക്ക് ആ ഒരു ഇംഗ്ലീഷ് ആക്സൻറ്റും കാര്യങ്ങളും ഒക്കെ വളരെ നന്നായിട്ട് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. അതേപോലെ സെക്കൻഡ് ചാനലിനകത്ത് ഈ പറയും പോലെ ടിപ്സ് ആൻഡ് ടെക്നിക്സ്, എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അപ്ലൈ ചെയ്യാം ഇംഗ്ലീഷ് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട്, അതൊക്കെ ഉള്ള കാര്യങ്ങൾ അതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ തേർഡ് ആൻഡ് ഫോർത്ത് ചാനൽസ് എന്ന് പറയുന്നത് ഈ പറയും പോലെ നമുക്കൊരു സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ഒരു കോഴ്സ് പോലെയൊക്കെ ചേർന്ന് പഠിക്കാനൊക്കെ നോക്കുന്ന ആൾക്കാരാണ്. വളരെ ഇൻ ഡെപ്ത് ആയിട്ടൊക്കെ ഇതിനെക്കുറിച്ച് പഠിക്കണം എന്നൊക്കെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ അവസാനം പറഞ്ഞ 2 ചാനൽസ്, ഇംഗ്ലീഷ് വിത്ത് വിനിയും അതേപോലെ എവറിഡേ ഇംഗ്ലീഷ് വിത്ത് സോണിയ, ഈ 2 ചാനൽസും സൂപ്പർ ചാനൽസ് ആണ് കേട്ടോ. ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അവർ. അതൊക്കെ നമുക്ക് നല്ല ബെസ്റ്റ് റിസൾട്ട് ആയിരിക്കും തരിക, ഉറപ്പാണ്. ഇവരുടെ ഒരു വീഡിയോസ് നിങ്ങളൊരു 5-8 ദിവസം ഒന്ന് കണ്ടു നോക്കുക. ഡെഫിനറ്റ്ലി യു ക്യാൻ സീ ദ ചേഞ്ചസ്. ഓക്കെ, പിന്നെ ലാസ്റ്റ് ചാനൽ എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം ചാനൽ തന്നെയാണ് കേട്ടോ. ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ വീഡിയോസ് കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെയും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ നൗ ഇറ്റ് ഇസ് ടൈം ടു വൈൻഡ് അപ്പ് അവർ വീഡിയോ. അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ വി ഹാവ് ഓൺലി ദ സിംഗിൾ ലൈഫ് അല്ലേ. അപ്പോൾ അത് നല്ല സന്തോഷമായിട്ടും ഹാപ്പി ആയിട്ടും അങ്ങോട്ടങ്ങ് ജീവിച്ചേക്കുക കേട്ടോ. പിന്നെ ഞാൻ പുതിയ റനായ ഡിസൈൻസ് തുടങ്ങിയ കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ട്രിവാൻഡ്രത്താണ്. പിന്നെ ചിലരൊക്കെ എന്നോട് അറിഞ്ഞ ആൾക്കാരൊക്കെ ചിലർ എന്നോട് പേഴ്സണലായിട്ടൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇതിന് ഇനി വേറെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നുണ്ടോ എന്നുള്ള കാര്യം. ഇപ്പോൾ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു പ്ലാനും എനിക്കില്ല. തൽക്കാലം ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനലും ടീച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് കേട്ടോ. പിന്നെ ഇടയിൽ ഷോർട്സിനകത്തൊക്കെ നമുക്ക് പൊട്ടിക്കേണ്ട കാര്യങ്ങളൊക്കെ തുടങ്ങാം. അങ്ങനെ തന്നെ അതിലൊക്കെ ഇടയ്ക്ക് മെൻഷൻ ചെയ്യാം. അങ്ങനെ ഞാൻ വിചാരിക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ ഒഫീഷ്യലി നമുക്ക് ഇൻസ്റ്റാ പേജസ് ഒക്കെ പിന്നീട് പതുക്കെ കൊണ്ട് ഗ്രാജുവലി, ഒരുപാട് ഡിലേ ആക്കാതെ ഗ്രാജുവലി സ്റ്റാർട്ട് ചെയ്യും. അത്രേ പറയാൻ പറ്റുന്നുള്ളൂ. അല്ലാതെ റനായ ഡിസൈൻസിനായിട്ട് ഇപ്പോൾ വേറൊരു യൂട്യൂബ് ചാനലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ എൻ്റെ പ്ലാനിലില്ല. അതൊന്നും കാരണം ഒരു ചാനൽ തന്നെ മോണിറ്റൈസ് ചെയ്ത് അതിനെ ഒന്ന് വളർത്തിക്കൊണ്ട് വരാൻ പെട്ട പാട് എനിക്കും തമ്പുരാനും
എല്ലാവരും അറിയാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം നമുക്ക് നമ്മുടെ ഇംഗ്ലീഷ് ടീച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും ഒക്കെ ഈ ചാനലിൽ അതങ്ങനെ പോയിക്കോട്ടെ. പിന്നെ ഇടയ്ക്ക് ഷോർട്സ് ഒക്കെ ആയിട്ട് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് മീ. എപ്പോഴും എനിക്ക് സപ്പോർട്ടായിട്ടും എൻ്റെ വീഡിയോസ് കാണാത്തപ്പോൾ എന്താ ടീച്ചറെ വീഡിയോ ഇല്ലാത്ത എന്നൊക്കെ ചോദിക്കുന്നതിനും ഒക്കെ ഒരുപാട് സന്തോഷം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ഫ്രം റനായ.